ഹലോ എവരിവൺ, വെൽക്കം ടു കോഡ് ഹണ്ട്. ഇന്ന് നമ്മൾ കോഡ് ബ്ലോക്സ് IDE എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യാനാണ് നോക്കുന്നത്. അതിനായിട്ട് നിങ്ങൾ ഒന്നെങ്കിൽ താഴത്ത് കൊടുക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലത്തെ ഒരു വെബ്സൈറ്റ് കാണാനായിട്ട് സാധിക്കും. അതിൽ നിങ്ങൾ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം ഡൗൺലോഡ് ദ ബൈനറി റിലീസ് എന്ന് പറയുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ OS ഏതാണ്, വിൻഡോസ് ആണോ ലിനക്സ് ആണോ മാക് ആണോ നോക്കിയതിന് ശേഷം അതിൽ ആ ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന വിൻഡോസ് ആയതുകൊണ്ടാണ് ഞാൻ വിൻഡോസിൽ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ഫ്രം ഫോസബ് എന്നുള്ളതുണ്ട്, അതിലൊന്ന് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഡയലോഗ് ബോക്സ് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്യാൻസൽ ചെയ്ത് കളഞ്ഞോളൂ. നമുക്ക് വേണ്ടത് ഈ ഫസ്റ്റ് കാണുന്ന ഈ ലിങ്കാണ്. വിത്ത് സെറ്റപ്പ് ഫയൽ വിത്ത് കമ്പൈലറാണ് നമുക്ക് വേണ്ടത്. ഞാനിപ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ പോകുന്നത് 64 ബിറ്റിൻ്റെയാണ്. കാരണം എൻ്റെ സിസ്റ്റം 64 ബിറ്റ് ആയതുകൊണ്ടാണ്. നിങ്ങളുടെ 32 ബിറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അതിനുശേഷം ഞാനിവിടെ സേവ് എന്ന് കൊടുക്കുന്നുണ്ട് ഡൗൺലോഡ്സിൽ. അതിനുശേഷം അത് ഡബിൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ നെക്സ്റ്റ് ഇൻസ്റ്റാളാണ് കൊടുക്കേണ്ടത്. നിങ്ങൾ ഇതിൽ എന്ത് കാര്യം ചോദിച്ചു കഴിഞ്ഞാലും ഒന്നും മാറ്റാൻ നിൽക്കരുത്, എല്ലാം ഡിഫോൾട്ടായിട്ട് തന്നെ ഇരുന്നോട്ടെ. നിങ്ങൾ നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം ഇൻസ്റ്റാളാണ് ചെയ്യേണ്ടത്. ഇൻസ്റ്റാളേഷന് കുറച്ച് ടൈം പിടിക്കും. അത് നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ പെർഫോമൻസ് ഒക്കെ അനുസരിച്ച് വരും. എങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു മിനിമം ഒരു 5 to 10 മിനിറ്റ്സ് ഒക്കെ എടുക്കും. ചിലപ്പോൾ അതിൽ കൂടാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട്. പക്ഷേ നിങ്ങളൊന്ന് ക്ഷമയോടുകൂടി ഇരിക്കുക. അതിന് ശേഷം നിങ്ങൾ ഇത് ഫുള്ളി കംപ്ലീറ്റ് ആയി കഴിഞ്ഞതിന് ശേഷം അവിടെ എസ് എന്ന് പറഞ്ഞ് കൊടുക്കുക. അതിന് ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക, ദെൻ ഫിനിഷ്. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കോഡ് ബ്ലോക്സ് ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. അതിൽ നിങ്ങൾ ക്രിയേറ്റ് എ ന്യൂ പ്രൊജക്റ്റ് കൊടുക്കുക. അതിന് ശേഷം അവിടെ കൺസോൾ ആപ്ലിക്കേഷൻ ഉണ്ട്, അത് കൊടുത്തതിന് ശേഷം ഗോയിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങൾ നെക്സ്റ്റ് കൊടുക്കുക. സി ആണോ CPP ആണോ ലാംഗ്വേജ് എന്ന് ചോദിക്കും. നമ്മളിപ്പോൾ സി ആണ് പഠിക്കുന്നുള്ളതുകൊണ്ടാണ് നമുക്ക് സി കൊടുത്തതിന് ശേഷം അതിൽ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇനി നിങ്ങൾക്കൊരു പ്രൊജക്റ്റ് ടൈറ്റിൽ കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പേര് നിങ്ങൾക്ക് ടൈറ്റിലായിട്ട് കൊടുക്കാനായിട്ട് സാധിക്കും. ഞാൻ ഇപ്പോൾ മൈ പ്രൊജക്റ്റ് എന്നാണ് ഈ ഒരു ഫയലിന് അല്ലെങ്കിൽ ഈ ഒരു പ്രൊജക്റ്റിന് ഞാൻ ടൈറ്റിൽ കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഡെസ്റ്റിനേഷൻ ഫോൾഡർ ചൂസ് ചെയ്യണം. ഞാൻ ഡെസ്ക്ടോപ്പിൽ തന്നെ C പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അത് ഞാൻ സെലക്ട് ഫോൾഡർ കൊടുക്കുന്നുണ്ട്. ഞാൻ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഒരു ഡയലോഗ് ബോക്സ് എനിക്ക് മാത്രമായിരിക്കും വരിക, കാരണം ഞാൻ ഓൾറെഡി ഇതിന് മുമ്പ് മൈ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞൊരു ടൈറ്റിൽ കൊടുത്തുള്ളതുകൊണ്ടാണ്. അത് ഞാൻ എന്തായാലും ഓവർ റൈറ്റ് ചെയ്യാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എന്തായാലും പേടിക്കേണ്ട, ഈ ഒരു ഡയലോഗ് ബോക്സ് ചോദിക്കില്ല. ഇനി നിങ്ങൾ നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം ഇത് എന്താ പറയുക, നമ്മുടെ കോഡ് ബ്ലോക്സിൻ്റെ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കമ്പൈലർ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട്. അതിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫയൽ എക്സ്പ്ലോറർ എടുത്തതിന് ശേഷം അതിൽ നമ്മുടെ ലോക്കൽ ഡെസ്ക് സിയിലേക്ക് പോവുക. അതിൽ പ്രോഗ്രാം ഫയൽസ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ കാണാനായിട്ട് സാധിക്കും. അത് കൊടുത്തതിന് ശേഷം അതിൽ കോഡ് ബ്ലോക്സ് എന്ന് പറഞ്ഞ ഫോൾഡർ നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിൽ minjw എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പൈലർ അതിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ minjw ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൽ ബിൻ എന്ന് പറയുന്ന ഒരു ഫോൾഡർ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ആ ബിന്നിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആ ബിന്നിൻ്റെ പാത്ത് ഉണ്ടല്ലോ, ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ആ പാത്തിലൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം Ctrl+C അടിച്ചിട്ട് ഒന്ന് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തതിന് ശേഷം നമ്മുടെ സെർച്ച് ബട്ടണിൽ വന്നതിന് ശേഷം അവിടെ എൻവിറോൺമെൻറ്റ് വേരിയബിൾസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊന്ന് സെർച്ച് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എൻവിറോൺമെൻറ്റ് വേരിയബിൾസ് വരും, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ എൻവിറോൺമെൻറ്റ് വേരിയബിൾ ഓപ്പൺ ആയിട്ടുണ്ട്. ഞാൻ അതിൽ പാത്ത് എന്ന് പറയുന്ന സെക്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ ഞാൻ എഡിറ്റ് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ അവിടെ ന്യൂവിൽ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മളിപ്പോൾ കോപ്പി ചെയ്ത പാത്ത് Ctrl+V അടിച്ച് ഞാൻ പേസ്റ്റ് ചെയ്യുകയാണ്. ദെൻ നമ്മൾ ഓക്കെ കൊടുക്കുക. ഇനി വീണ്ടും ഓക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എൻവിറോൺമെൻറ്റ് വേരിയബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കോഡ് ബ്ലോക്സിലേക്ക് തിരിച്ചു പോകാം. ഇപ്പോൾ കോഡ് ബ്ലോക്സിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ കാണാനായിട്ട് സാധിക്കും. മൈ പ്രൊജക്റ്റ് സോഴ്സസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അതിലൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മെയിൻ C വരുന്നുണ്ട്. അത് ഓൾറെഡി ഈ കോഡ് ബ്ലോക്സ് എന്താ പറയുക ഡിഫോൾട്ടായിട്ട് വരുന്ന ഫയലാണ്. ഇപ്പോൾ അങ്ങനെ ഒരു ഫയൽ വന്നിട്ടുണ്ട്. നമുക്ക് ഇതാദ്യം ഒന്ന് ബിൽഡ് ചെയ്ത് നോക്കാം. ബിൽഡ് എന്ന് പറഞ്ഞാൽ മുകളിൽ കാണുന്ന ആ ഒരു സെറ്റിങ്സ് പോലത്തെ ഒരു ഐക്കണില്ലേ, അതാണ് ബിൽഡ്. അപ്പോൾ അതിലൊന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യണം. നമുക്കൊന്ന് പോയിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഞാൻ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ച് എറേഴ്സ് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തോ ഒരു പ്രശ്നമുണ്ട് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും റൺ ആവാൻ പോകുന്നില്ല, കാരണം നമ്മുടെ കമ്പൈലർ അതിൽ ടോട്ടലി സെറ്റപ്പ് ആയിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അത് മാറ്റാനായിട്ട് നമുക്ക് മറ്റൊരു കാര്യം കൂടി ചെയ്യാനായിട്ടുണ്ട്. നേരെ നിങ്ങൾ സെറ്റിങ്സിൽ പോവുക. അതിന് ശേഷം അതിൽ കമ്പൈലർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ നിങ്ങൾ ആ ടൂൾസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ നമ്മുടെ പാത്ത് ഒന്ന് പേസ്റ്റ് ചെയ്യുക. ഇപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോ ഡിക്റ്റേറ്റ് ഒന്ന് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ നമ്മുടെ പാത്ത് എന്തായിരിക്കും ഓട്ടോമാറ്റിക്കലി ഡിക്റ്റേറ്റ് ചെയ്തോളും, കുഴപ്പമില്ല. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കോപ്പി ചെയ്ത പാത്തൊന്ന് അവിടെ നിന്ന് പേസ്റ്റ് ചെയ്താൽ മതി. അതിന് ശേഷം നമുക്ക് നേരെ ഓക്കെയിൽ ക്ലിക്ക് ചെയ്യാം.
ഓക്കെ, നമ്മുടെ ഇപ്പോൾ MinGW സെറ്റപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ബിൽഡ് ചെയ്തിട്ട് റൺ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് 0 എറേഴ്സ് ആൻഡ് 0 വാർണിങ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. നമുക്ക് എന്തായാലും ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ റൺ ചെയ്യുമ്പോൾ നമുക്ക് ഹലോ വേൾഡ് എന്ന് പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഈ സിൻറ്റാക്സ് കാര്യങ്ങളൊന്നും ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല, പക്ഷേ പേടിക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ നമുക്ക് ഭയങ്കര സിമ്പിളായിട്ട് തന്നെ പഠിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾ പേടിക്കുന്നു വേണ്ട. നമുക്കിപ്പോൾ ഇത് വർക്കിംഗ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നും കൂടി ഒരു പ്രിൻ്റ് ഫംഗ്ഷൻ കൊടുക്കാം. പ്രിൻ്റ് ഫംഗ്ഷൻ നമ്മൾ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ടിൽ എന്താണോ നമ്മൾ അതിൽ ഡബിൾ കോഡ്സിൽ കൊടുക്കുന്നത് അത് നമുക്ക് ഓട്ടോമാറ്റിക്കലി പ്രിൻറ്റ് ചെയ്ത് വരും. ഇപ്പോൾ അതിനെ പറ്റിയിട്ട് കൂടുതലൊന്നും ആലോചിക്കേണ്ട. ഞാൻ അടിക്കുന്ന പോലെ തന്നെ അടിച്ചോ പ്രിൻ്റ് ഓഫ്. ഞാനിപ്പോൾ C പ്രോഗ്രാമിംഗ് എന്ന് കൊടുക്കുകയാണ്. എന്നിട്ട് ഒരു ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഒരു സെമിക്കോളനും കൂടി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ബിൽഡിൽ ക്ലിക്ക് ചെയ്യാം. അതിന് ശേഷം ഇവിടെ റണ്ണ് കൊടുക്കാം. ബിൽഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വല്ല എറേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് അതിൽ ചേഞ്ച് ചെയ്യാനും പറ്റും. അതിന് ശേഷം റൺ ചെയ്യുമ്പോൾ ഇപ്പോൾ ഹലോ വേൾഡ് എന്നും C പ്രോഗ്രാമിംഗ് എന്നും വന്നിട്ടുണ്ട്. ഇതിനർത്ഥം നമ്മുടെ കോഡ് ബ്ലോക്സ് ഇൻസ്റ്റാളേഷൻ സക്സസ്ഫുൾ ആയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ C പ്രോഗ്രാമിങ്ങിലേക്ക് കടക്കാം. ഇപ്പോൾ നിങ്ങൾ ഈ ഫസ്റ്റ് ഈ IDE ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക. നമുക്ക് അടുത്ത വീഡിയോ തൊട്ടിട്ട് C പ്രോഗ്രാമിംഗ് പഠിക്കാം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.